ഹായ്, ഞാൻ അനുദീപ്. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം വരാൻ പോവുകയാണ്. സിലബസിലുള്ളതെല്ലാം പഠിച്ചു തീർക്കാൻ നമുക്കിനി സമയമില്ല. ആ സത്യാവസ്ഥ ആദ്യം തന്നെ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവസരമുണ്ട്. പക്ഷേ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നേടാനുള്ള ഒരു സ്ട്രാറ്റജി വേണം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ. ഇവിടെ 80-20 റൂൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം. എന്താ 80-20 റൂൾ? ഞാൻ മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പലപ്പോഴും 80% റിസൾട്ട് നമുക്ക് കിട്ടുന്നത് 20% എഫേർട്ടിൽ നിന്നായിരിക്കും. ചിലപ്പോ ബാക്കി ഒരു 80% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 20% റിസൾട്ടേ കിട്ടുള്ളൂ. ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം. ചെറവറാന്ന് സിലബസിനകത്തുള്ള എല്ലാം വാരി വലിച്ച് പഠിക്കാതെ ഇനിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും മാർക്ക് നേടിത്തരുന്ന ഹോട്ടസ്റ്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. നമ്മൾ ഇന്ന് അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേപ്പർ 2 ആണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, കേരള എക്കണോമി വരുന്നുണ്ട്, എൻവയോൺമെന്റ് വരുന്നുണ്ട് അല്ലെ. പല പല സബ്ജക്റ്റുകൾ മാറി മാറി വരുന്നുണ്ട്. നമുക്ക് അവിടുന്ന് വരാൻ സാധ്യതയുള്ള ഹോട്ട് ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു PDF നോട്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഏകദേശം 100 ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും അസോസിയേറ്റഡ് ഫാക്ടുകളും ഉണ്ട്. ഹോട്ട് ടോപ്പിക്സ് നല്ല രീതിയിൽ കവർ ചെയ്യുന്നതാണ്. ആ PDF നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചാനലിൽ അംഗങ്ങളാവുക, ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക, ഡെയിലി രാവിലെ ഇവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് കൃത്യമായും അറ്റൻഡ് ചെയ്ത് പോവുക. ഡിഗ്രി ലെവൽ PSC ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായി അറ്റൻഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എഗെയിൻ ഈ ഒരു PDF എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ ഫസ്റ്റ് ടെസ്റ്റ് ആണ്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റിൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. പേപ്പർ 1ന്റെ ഉണ്ട്, പേപ്പർ 2ന്റെ ഉണ്ട്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള പേപ്പർ 2-നകത്തെ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 281 പേജസ് ഉണ്ട്. റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺസോൾട്ടേറ്റഡ് ഫാക്ടുകളാണ് ഇതിനകത്തുള്ളത്. വാരി വലിച്ച് എല്ലാം കൊടുത്തിട്ടില്ല. എക്സാമിന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഹയസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാര്യം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് PSC ഇപ്പം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഭരണഘടനാപരമായ ഡയമെൻഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻസ് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡയമെൻഷൻ, അതായത് ഭരണപരമായിട്ടുള്ള ഡയമെൻഷൻ കുറെ നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടും. അതിന് ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കാന്ന് പറയുന്നതാണ്. ചോദ്യം ഉത്തരം ആ ലെവലിൽ പഠിക്കണം. അസോസിയേറ്റഡ് ഫാക്ടുകളും കൂടെ വായിച്ചു കഴിഞ്ഞാൽ പഴുതടച്ചുള്ള പ്രിപ്പറേഷൻ പോസിബിൾ ആണ്. പിന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ എല്ലാവരും പഠിച്ചു പോവുക. ഓക്കെ, ചോദ്യം തെറ്റുമോ എന്നുള്ള പേടി വേണ്ട, തെറ്റിക്കോട്ടെ. കാര്യം ഇവിടെ തെറ്റുന്നൊരു ചോദ്യം എക്സാം ഹോളിൽ നമുക്ക് തെറ്റത്തില്ല, അവിടെ നമ്മൾ ശരിയാക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവ് കണ്ടാൽ മതി. ചോദ്യം എന്താണ്? ആർട്ടിക്കിൾസ് കുറെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിന്റെ പോർഷൻസ് ഇതിനകത്ത് ഏതൊക്കെയാണെന്നുള്ള മാച്ച് ദ ഫോളോയിങ് അല്ലെ. ആർട്ടിക്കിൾ 256 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 256 സി, ഇപ്പൊ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരും ഉണ്ട്, സംസ്ഥാന സർക്കാരും ഉണ്ട്. പലപ്പോഴും ഇവർക്കിടയിൽ ക്ലാഷ് വരും. എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിക്കുന്ന തരത്തിൽ ക്ലാഷ് വന്നിരിക്കട്ടെ. അപ്പൊ ഏത് അധികാരമായിരിക്കും നിലനിൽക്കുക? കാര്യം കേന്ദ്ര സർക്കാരാണ് പവർഫുൾ സംസ്ഥാന സർക്കാരിനേക്കാളും. സോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു യൂണിയൻ ലോയും സ്റ്റേറ്റ് ലോയും, അല്ലെങ്കിൽ യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവറും സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവറും തമ്മിൽ ക്ലാഷ് വന്നു കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന്റെ പവർ ആയിരിക്കും നിലനിൽക്കുക. സ്റ്റേറ്റിന്റെ പവർ, ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലെ സബ്ജക്റ്റാണ്. സംസ്ഥാനങ്ങൾക്കും അതിനകത്ത് അവകാശമുണ്ട്, കേന്ദ്രത്തിനും അതിനകത്ത് അവകാശമുണ്ട്. അപ്പൊ ഇവർക്കിടയിൽ ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ ആരുടെ തീരുമാനമായിരിക്കും നിലനിൽക്കുക? കേന്ദ്രത്തിന്റെ തീരുമാനമായിരിക്കും നിലനിൽക്കുക. അപ്പം A എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ 3 ആണ്. പിന്നീട് ആർട്ടിക്കിൾ 257 എന്ന് പറയുമ്പോൾ യെസ്, ഇപ്പം റെയിൽവേസ് സംഭവം. നിങ്ങൾ റെയിൽവേ ഒന്ന് ആലോചിച്ച് നോക്കുക. റെയിൽവേ എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂണിയൻ ലിസ്റ്റിനകത്തുള്ള സംഭവം. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ മുകളിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഡേഞ്ചറസ് അല്ലേ? ഇപ്പൊ സംസ്ഥാനങ്ങൾ പറയുകയാണ് ഞങ്ങൾ റെയിൽവേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കില്ല, അല്ലെങ്കിൽ അതിനോട് ഇലക്ട്രിസിറ്റി കൊടുക്കില്ല എന്നൊന്നും സംസ്ഥാനങ്ങൾക്ക് പറയാൻ ഒക്കില്ല. ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് എ യൂണിയൻ ലിസ്റ്റ്. കാര്യം ആർട്ടിക്കിൾ 257 കൃത്യമായി പറയുന്നുണ്ട് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ടെലിഗ്രാം, ടെലിഗ്രാഫ്, റെയിൽവേസ്, ഇതിന്റെയൊക്കെ സംരക്ഷണത്തിന്റെ മെയിൻ്റെനൻസിന്റെയും കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ കേട്ടേ പറ്റും. നോ അതർ വേ. അല്ലാതെ റെയിൽവേ യൂണിയൻ ലിസ്റ്റിലെ സബ്ജക്റ്റാണ്, ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള സ്റ്റേറ്റ്സിന് നിൽക്കാൻ ഒക്കത്തില്ല. ബിക്കോസ് ഇന്ത്യയുടെ ജീവനാഡിയാണ് റെയിൽവേസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 257 പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 258 എന്താ പറയാ? ആർട്ടിക്കിൾ 258 യെസ്, ഇപ്പോ യൂണിയൻ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ട ചില എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് സ്റ്റേറ്റുകൾക്ക് പ്രസിഡന്റ് വെച്ചു കൊടുക്കുക. അതായത് പ്രസിഡന്റ് സ്റ്റേറ്റുകളുടെ അനുമതിയോടുകൂടി എന്ത് ചെയ്യും? ആ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ചെയ്യാൻ സ്റ്റേറ്റ്സിന്റെ അടുത്ത് പറയും. സ്റ്റേറ്റ്സ് ചെയ്യത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ചെയ്യത്തില്ല. പക്ഷേ യൂണിയന്റെ പല എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസും
ഇപ്പൊ സപ്പോസ് ചില സ്കീംസിന്റെ ഇംപ്ലിമെന്റേഷൻ എന്നിരിക്കട്ടെ, ചില സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യണം, കേന്ദ്ര സർക്കാരിന്റെ സ്കീംസ് ആയിരിക്കും, അതിന്റെ എക്സിക്യൂഷൻ ഇംപ്ലിമെന്റേഷൻ സ്റ്റേറ്റ്സ് ആയിരിക്കും ചെയ്യാം. അപ്പം വിത്ത് ദ കൺസെന്റ് ഓഫ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ത് ചെയ്യാം, അത് സ്റ്റേറ്റ്സിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊടുക്കാൻ, ഡെലിഗേറ്റ് ചെയ്യാം. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 258 പറയുന്നത്. 258 ഡെലിഗേഷൻ ഓഫ് യൂണിയൻ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വിത്ത് ദെയർ കൺസെന്റ്, അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 258 എന്തായിരിക്കും, ഇതിന്റെ ഒരു മിറർ ഇമേജ് ആണ്, ഇതിന്റെ റിഫ്ലക്ഷൻ ആണ്. 258A എന്ന് പറയുമ്പോൾ അതായത് സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട ചില ഫംഗ്ഷൻസ് ഉണ്ട്, ചില എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഉണ്ട്, അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കാൻ പറ്റും. ഓക്കെ. 263 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് ഇത് മാത്രമാണ്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ, അത് എല്ലാവർക്കും അറിയാം. 262 കൂടെ ഒന്ന് നോക്കി വെച്ചോ, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ആണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ ഇത്രയും എനിക്കറിയാം, നമുക്ക് ഇത് പഠിക്കാത്ത ഒരാളാണ് കേൾക്കുന്നെങ്കിൽ ഒരുപക്ഷെ കൺഫ്യൂസ്ഡ് ആവും. ടെൻഷൻ അടിക്കേണ്ട, ഡീറ്റെയിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ച് പഠിച്ചാൽ മതി. കാര്യം നമുക്ക് ഇവിടുന്ന് ഒരു മാർക്ക് കിട്ടും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന്റെ ഈ ഒരു മേഖലയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരൊറ്റ പോയിന്റ് ജസ്റ്റ് ആഡ് ചെയ്തോട്ടെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പൊ നമ്മളിവിടെ കണ്ടെന്താ, ആർട്ടിക്കിൾ 258, അതായത് യൂണിയൻ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ചില ഫംഗ്ഷൻസ് പ്രസിഡന്റ് സംസ്ഥാനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, പ്രൊവൈഡഡ് സംസ്ഥാനങ്ങളുടെ അനുമതിയോടുകൂടി സംസ്ഥാനം കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ സംസ്ഥാനങ്ങളുടെ അനുമതി ഇല്ലെങ്കിലും യൂണിയൻ ഗവൺമെന്റിന്റെ പല ഫംഗ്ഷൻസ് സ്റ്റേറ്റ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അവിടെ പാർലമെന്റ് ആണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്, പ്രസിഡന്റ് അല്ല. പാർലമെന്റ് ഈസ് ദ എൻറ്റിറ്റി വിച്ച് ഡെലിഗേറ്റ്സ് ദോസ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ടു ദ സ്റ്റേറ്റ്സ്. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചോണം. രണ്ടും ഭയങ്കര അടുത്തടുത്തിരിക്കുന്ന പോയിന്റുകളാണ്, ടെക്നിക്കലി ഡിഫറെന്റ് ആണ്. പ്രസിഡന്റ് ഏൽപ്പിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്സിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഏൽപ്പിക്കുള്ളൂ. പക്ഷെ പാർലമെന്റ് ആണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അനുമതി വേണമെന്നില്ല, പാർലമെന്റ് സ്റ്റേറ്റ്സിനെ നമുക്ക് അടിച്ചേൽപ്പിക്കാം. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഈ പോയിന്റുകൾ കൂടെ വായിച്ചു പോകാം. 256 എന്താണ്, 257 എന്താണ്, ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി എന്താണെന്ന് പഠിക്കണം, അല്ലെ? അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽസ് പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ധാരാളം റാങ്ക് മേക്കിംഗ് ചോദ്യം കൊടുത്തിട്ടുണ്ട്. ദയവായി PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം, ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ. നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോവാം. 55ാമത്തെ ചോദ്യം. എൻവയോൺമെന്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. എൻവയോൺമെന്റ് എക്കോളജി അല്ലെ? അമ്പത്തിനാലായി. യെസ്, കറണ്ട് അഫയേഴ്സ് ഓവർലാപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത കാലത്ത് തഡോബ അന്ധേരി ടൈഗർ റിസർവിൽ നിന്നും കുറച്ച് ടൈഗേഴ്സിനെ, കടുവകളെ സഹ്യാദ്രി ടൈഗർ റിസർവിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ഏത് സംസ്ഥാനത്തെ സഹ്യാദ്രി ടൈഗർ റിസർവ് വരുന്നത്? യെസ്, മഹാരാഷ്ട്രയാണ്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പേപ്പർ 2 സിലബസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രിലിംസിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. സിലബസ് കണ്ട് പേടിക്കേണ്ട, അത് ഓവർലാപ്പിംഗ് ആണ്. പ്രിലിംസിന് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വാല്യൂ അഡിഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. തീരെ സമയമില്ലാത്ത ആൾക്കാർ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ കൂടെ പോവാം. ഓക്കെ. അടുത്തത് നമുക്ക് 97ാമത്തെ വളരെ നല്ലൊരു ചോദ്യം, നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. 97ാമത്തെ ചോദ്യം. എക്കണോമി ആണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ട്, കേരള എക്കണോമി ആണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ നോക്കാം. ഇങ്ങനെ നമ്മുടെ ഓണം ഓഫർ ഇപ്പൊ റണ്ണിങ് ആണ്. ടെസ്റ്റ് സീരീസ് വെറും 499 രൂപ മാത്രമാണ് ടെസ്റ്റ് സീരീസ് പ്ലസ് റിവിഷൻ ബാച്ചിനുള്ളത്. ടെസ്റ്റ് സീരീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾ എങ്കിലും ദയവായി കാണുക, ഈ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫുൾ കോഴ്സും അവൈലബിൾ ആണ്. പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ചുകളും ഒരു സ്പെഷ്യൽ ഓഫറിൽ ഞങ്ങൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണുള്ളത്. സീറ്റ്സ് കഴിയുന്നതിന് മുമ്പ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ കോഴ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. യെസ്. അപ്പോൾ നമുക്കിനി പോകാനുള്ള 97th ക്വസ്റ്റ്യൻ. 97th ക്വസ്റ്റ്യൻ. കാരണം കേരള എക്കണോമിയിലെ വളരെ പ്രധാനപ്പെട്ട 2 ഏരിയാസ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, മറ്റൊന്ന് ബ്രെയിൻ ഗെയിനുമാണ്. ബ്രെയിൻ ഗെയിൻ, ആ 2 ടോപ്പിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാം, അല്ലെ? സോ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ബ്രെയിൻ ഡ്രെയിനും ബ്രെയിൻ ഗെയിനും. ഡ്രെയിൻ എന്ന് വെച്ചാൽ എന്താ? ദാദാഭായ് നവറോജി ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി അല്ലെ, ചോർച്ചാ സിദ്ധാന്തവും കൊണ്ടുവന്നതാണ്. ഇന്ത്യയുടെ സമ്പത്ത് മൊത്തം ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ട് പോവുകയാണ്. അതാണ് ഈ ഡ്രെയിൻ ഓഫ് വെൽത്തിന്റെ കോൺസെപ്റ്റ്. ബ്രെയിൻ ഡ്രെയിൻ എന്താ? ഇന്ത്യയുടെ തലച്ചോറ് മൊത്തം വിദേശ രാഷ്ട്രങ്ങൾ, അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങൾ ചോർത്തിക്കൊണ്ട് പോകുക. കാര്യം ഈ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽസ് ഒക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാതെ
ഇപ്പം വെങ്കിട്ട രാമകൃഷ്ണനെ നോക്കുക, അല്ലെങ്കിൽ ശ്രീനിവാസ രാമാനുജനെ നോക്കുക, അല്ലെ? CB രാമൻ മാത്രമൊക്കെയാണ് ഇന്ത്യയിൽ നിന്നിട്ടുള്ളത്. ബാക്കിയുള്ള ആൾ ഹർഗോവിന്ദ് ഖൊരാനെ നോക്കുക, അമർത്യ സെൻ നോക്കുക. ഇവരൊക്കെ ഈ നോബൽ ലോറേറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഒരു പലരും വിദേശത്ത് പോയാണ് റിസർച്ച് നടത്തിയിട്ടുള്ളത്, അല്ലെ? CB രാമൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല തലച്ചോറുള്ള ഇന്ത്യക്കാരൊക്കെ ഇന്ത്യക്ക് പുറത്തേക്ക് ഡ്രെയിൻ ആയി പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതൊരു ഡേഞ്ചറസ് സിനാരിയോ ആണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാനാണ് ബ്രെയിൻ ഗെയിൻ. ഇതിനെ റിവേഴ്സ് ചെയ്യുക. ഈ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഇന്റലക്ട്സിനെ ഇന്ത്യയിൽ തന്നെ പിടിച്ചെടുത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പിടിച്ചെടുത്ത്, അതാണ് ബ്രെയിൻ ഗെയിൻ എന്നൊരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ബ്രെയിൻ ഗെയിൻ എന്ന് പറഞ്ഞ സ്കീം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ചോദ്യമാണ്. കാര്യം ഇത് ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു സ്കീമിനെ പറ്റി ചോദ്യം വരേണ്ടതാണ് കേട്ടോ. കാര്യം സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ പേരിൽ സ്കീംസ് റൺ ചെയ്യുന്നുണ്ട് കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ. അപ്പൊ അത് നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ ഒന്ന് പഠിക്കണം. സ്വാഭാവികമായിട്ട് ഇതിന്റെ ആൻസർ എന്ത് വരും? അതായത് കേരളത്തിന് പുറത്തുള്ള നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് ആയിട്ടുള്ള ഭയങ്കര സ്കോളേഴ്സ് ഉണ്ടല്ലോ, പണ്ഡിതന്മാർ, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആവാം, ലെക്ചേഴ്സ് ആവാം, സയന്റിസ്റ്റുകളാവാം, ഇവരൊക്കെ പല പല ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ഷോർട്ട് ടേം ടീച്ചിങ് റിസർച്ച് കൊളാബറേഷൻസ് ഒക്കെ നടത്തുക. നമ്മുടെ സ്റ്റുഡൻസിന് അതിന്റെ എക്സ്പോഷർ കിട്ടും, നമ്മുടെ യൂണിവേഴ്സിറ്റീസിന്റെ നിലവാരം കൂടും, ഒരു ഗ്ലോബൽ ഇന്റഗ്രേഷൻ അവിടെ നടക്കും. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടി കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്കീമാണ് ബ്രെയിൻ ഗെയിൻ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പം ബ്രെയിൻ ഗെയിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് എരുഡൈറ്റ് സ്കോളർ ഇൻ റിസർച്ച് സ്കീം എന്ന് പറയുന്നത്. സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ സ്കീമും എന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇതാണ് ബ്രെയിൻ ഗെയിൻ സെഗ്മെന്റ്. നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. നമുക്കിനി നോക്കാനുള്ളത് എഗൈൻ കേരള എക്കണോമി എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. നമുക്ക് ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ്, അല്ലെ? കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ഇപ്പൊ ഗുജറാത്ത് മോഡലാണോ, കേരള മോഡലാണോ, ഒരു ഡെവലപ്മെന്റ് മോഡലായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ ഒരു സവിശേഷത എന്താ? ഹയർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുകളാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തരക്കേടില്ലാത്ത ആരോഗ്യമുണ്ട്, ആയുർ ദൈർഘ്യം തരക്കേടില്ലാത്ത ആൾക്കാർക്കുണ്ട്, അല്ലെ? പൊളിറ്റിക്കൽ അവയർനെസ്, എല്ലാവർക്കും രാഷ്ട്രീയപരമായിട്ടുള്ള അവബോധമാണ്, ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കലി അവെയർ ആണ്. എല്ലാവർക്കും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള സ്ഥലമാണ് കേരളം. ഇതാണ് കേരള മോഡലിന്റെ ഹൈലൈറ്റ്. പക്ഷേ വാട്ട് അബൌട്ട് വെൽത്ത്, ഇൻകം? ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സസ് നോക്കുകയാണെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പുമായിട്ട് കിടപിടിക്കത്തക്ക വളരെ മികച്ച ഇൻഡെക്സ് ആണുള്ളത്. പക്ഷെ പെർ ക്യാപിറ്റ ഇൻകം നോക്കിയാലോ, അവരുടെ വാലിൽ കെട്ടാനുള്ളത് പോലും ഇല്ല. അതായത് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആണ്, പക്ഷേ എഡ്യൂക്കേഷൻ ലെവൽ എക്സ്ട്രീംലി ഹൈ ആണ്. അതൊരു പാരഡോക്സ് ആണ്. ഒരു സൈഡിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുകൾ കൂടുകയും എന്നാൽ മറു സൈഡിൽ നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ്, നമ്മുടെ ധനക്കമ്മി കൂടുന്നു, നമ്മൾ കൂടുതൽ കടമെടുക്കുന്നു, സൂസൈഡ് റേറ്റുകൾ കൂടുന്നു, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നു, പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. അപ്പൊ ഇതൊരു മിസ്മാച്ച് ഉണ്ടല്ലോ, ഇതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് അടിപൊളിയാണെങ്കിൽ മറ്റു സ്ഥലത്ത് വളരെ മോശമാണ്. ഒരു വൈരുദ്ധ്യം, പാരഡോക്സ് ഉണ്ട്. അപ്പൊ കേരള മോഡലിന്റെ പാരഡോക്സ് എന്താണെന്നാണ് ചോദ്യം. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഹ്യൂമൻ ഡെവലപ്മെന്റ് അച്ചീവ്മെന്റ്സ് എക്സ്ട്രീംലി ഹൈ ആണ്. അറ്റ് ദ സെയിം ടൈം അതിഭീകരമായിട്ടുള്ള അൺഎംപ്ലോയ്മെന്റും പിന്നെ ഡെറ്റും, കടമാണ്, അല്ലെ? കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കടം, ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന കോൺസെപ്റ്റ് ഉണ്ട്. GDP എത്ര ശതമാനമാണ് നമ്മൾ കടം വാങ്ങിച്ചിട്ടുള്ളത്, അത് ഈ കേരളം എക്സ്ട്രീംലി ഹൈ ആണ് ആ ഒരു ഇൻഡിസസിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരള ഡെവലപ്മെന്റിന്റെ. അപ്പൊ ഇത് സസ്റ്റൈനബിൾ ആണോ, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ആണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഒരു PDF വായിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. കാര്യം പണ്ട് ചോദ്യം വന്നിരുന്നു, അതായത് ഈ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്രയും പണം മുടക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിനെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വന്നിരുന്നു. അപ്പൊ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താ, 1970s 1980s ആ ഒരു പീരീഡിൽ സ്റ്റാഗ്നേഷൻ ആണ്. കേരള എക്കണോമി അധികം ഗ്രോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ 1980s ശേഷം എന്ത് സംഭവിച്ചു? വിവരവും വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആൾക്കാർ വിദേശത്തേക്ക് പോയി, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി. അവിടുന്ന് അവർ പണം റെമിറ്റൻസ് ആയിട്ട് കേരളത്തിലേക്ക് തിരിച്ചയച്ചു. കേരളത്തിന് വലിയ ഡെവലപ്മെന്റ് ആണ് അതിന്റെ ഭാഗത്ത് ഉണ്ടായത്. അപ്പൊ എപ്പോഴും നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉദാഹരണമാണ് കേരളം എന്ന് പറയുന്നത്, അല്ലെ? ആ ചരിത്രമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കിഫ്ബിയുടെ റോൾ എന്താണ്, സോറി KIFBയുടെ റോൾ എന്താണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. പിന്നീട് ഡെറ്റ് ടു GDP റേഷ്യോ. ഇപ്പൊ ഇന്ത്യയിലെ
ഏറ്റവും വലിയ ഡെറ്റ് ടു GDP റേഷ്യോ ക്ലോസ് ടു 36% ഉള്ള സ്റ്റേറ്റ്സിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താ? പാൻഡമിക്സ്. നിപ്പ ആയിക്കോട്ടെ, കൊറോണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത അസുഖങ്ങളാണെങ്കിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ചൂരൽമല ദുരന്തമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രകൃതി ദുരന്തങ്ങൾ എക്സ്ട്രീമിൽ ഹൈ ആണ്. ജോബ്ലെസ്നെസ്, തൊഴിലില്ലായ്മ ഹൈ ആണ്. പിന്നീട് ഗൾഫ് റീജിയൻസിലെ ഇത്തരം ക്രൈസിസ് വരുമ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്ക് തിരിച്ച് കേരളത്തിലേക്ക് എന്ന ഇഷ്യൂ. ഇതൊക്കെ കേരള മോഡലിന്റെ ഒരു വൾണറബിലിറ്റി ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കിപ്പോ പഴവും പച്ചക്കറിയും വേണമെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് ലോറി ഇങ്ങോട്ടേക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ പട്ടിണിയാണ്. നമ്മൾ ഡിപ്പെൻഡന്റ് സ്റ്റേറ്റ്, ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുക, റാദർ ദാൻ ബിക്കം എ പ്രൊഡ്യൂസർ സ്റ്റേറ്റ്, അല്ലെ? ഉപഭോഗം കൂടുകയും പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്ന ഒരു പാരഡോക്സിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു എന്താ പറയാ വിരോധാഭാസം എന്ന് പറയുന്നത്, കൊറോണയുടെ സമയത്ത് നമുക്ക് ഡെത്ത് റേറ്റ് കുറച്ച് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ഇവിടെ ആൾക്കാരുടെ ലോഞ്ചിവിറ്റി കൂടുതലാണ്. അതായത് ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ്. ഒരു 70-80 വയസ്സ് വരെ ആൾക്കാർ ജീവിച്ചിരിക്കും. അപ്പൊ കൊറോണ പോലൊരു പാൻഡമിക് ബാധിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി അപ്പം എന്തൊരു ഡെത്ത് റേറ്റ് കൂടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവരൊക്കെ നേരെ ഒരു 50-ാമത്തെ വയസ്സിൽ 40 വയസ്സ് തട്ടിപ്പോയിരുന്നെങ്കിൽ കൊറോണയുടെ സമയത്ത് അത്ര ഡെത്ത് റേറ്റ് വരത്തില്ല. ഞാൻ കൊളോക്കിലി പറയുന്നത് നിങ്ങൾക്ക് എക്കണോമിക്സിലെ ഡിഫിക്കൽട്ട് കോണ്ടെക്സ്റ്റുകൾ പച്ചവെള്ളം പോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവൻ ലോഞ്ചിവിറ്റി കൂടുന്നു, ആ സമയത്ത് ഒബ്വിയസ്ലി മോർബിഡിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൾണറബിലിറ്റീസ് കൂടും. അപ്പൊ ഇറ്റ്സ് എ ഗുഡ് തിങ് ഒരാൾ 70 വയസ്സിൽ 80 വയസ്സിൽ ജീവിച്ചിരിക്കുന്ന പോലെ നല്ലൊരു കാര്യമാണ്. പക്ഷെ കൊറോണ പോലൊരു പാൻഡമിക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഡെത്ത് റേറ്റ് കൂടാനും അത് കാരണമാകും. അതാണ് മറ്റൊരു ക്രൈസിസ് എന്ന് പറയുന്നത്, അല്ലെ? ബാക്കിയുള്ള ഡേറ്റ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിരുന്നാൽ മതി. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ 100 ചോദ്യങ്ങളും അതിന്റെ അസോസിയേറ്റ് ഫാക്ടറും ഉണ്ട്. അതാണ് ഞാൻ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കാം. നിങ്ങൾ തീരെ സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് സെലക്ടഡ് ചോദ്യങ്ങൾ മാത്രം വർക്ക്ഔട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പമാണ്, മാനേജ്മെന്റ് ആണ് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നതെങ്കിൽ മാനേജ്മെന്റ് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മാത്രം പഠിക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കേരള എക്കണോമിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിരിക്കട്ടെ, കേരള എക്കണോമിയുടെ ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ സ്മാർട്ട് സ്റ്റഡി തന്നെയാണ് നമ്മൾ നടത്തേണ്ടത്. സോ നമ്മുടെ അഫോർഡബിൾ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് തരാൻ ഈ നമ്പറിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം. വാട്സാപ്പിൽ അയച്ചെങ്കിൽ ഡിലേ ഉണ്ടാവും. ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക എല്ലാവരും. എന്നിട്ട് ഈ PDF ഡൗൺലോഡ് ചെയ്ത് ആഴത്തിൽ തന്നെ പഠനം മുന്നോട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്, ബൈ.